ആ, ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് ഭക്ത് ഗോപികൃഷ്ണൻ പ്രഭുവാണ്. താങ്കളെ കുറിച്ച് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പോലെ ഒന്ന് ചെയ്യാവോ? എന്താ താങ്കൾ ചെയ്യുന്നത്? ഞാൻ ഇപ്പം എട്ടിലാണ് പഠിക്കുന്നത്. ഞാൻ ശ്രീധാം മായപ്പൂർ ഇൻ്റർനാഷണൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുക. അവിടെ ഞാൻ മായപ്പൂരിൽ നല്ല കുറേ ഡിവോട്ടീസിൻ്റെ കൂടെ നിന്ന് അവിടെ നല്ല കുറേ ഫെസ്റ്റിവൽസ് ഉണ്ട്, പ്രോഗ്രാംസ് ഉണ്ട്. അതിലൊക്കെ ഞാൻ പങ്കെടുക്കാറുണ്ട്. എനിക്ക് കീർത്തനമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, കീർത്തനമൊക്കെ ചെയ്യാറുണ്ട്. ഓക്കെ, താങ്ക് യു പ്രഭു. ഇത് പറയാമോ, ഇത്ര ചെറിയ പ്രായത്തിൽ ഭക്തിമാർഗത്തിൽ വരാൻ താങ്കൾ എന്താണ് ഇൻസ്പയർ ചെയ്തത്? എനിക്ക് എൻ്റെ പാരൻസ് എന്നെ നല്ലപോലെ ഇൻട്രൊഡ്യൂസ് ചെയ്തു ഭക്തിയിലോട്ട്. എനിക്ക് അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നിട്ട് എനിക്ക് എൻ്റെ പാരൻസ് കുറേ ലെക്ചേഴ്സൊക്കെ എന്നെ കൊണ്ട് കേൾപ്പിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല ഫിലോസഫി മനസ്സിലാക്കാൻ തുടങ്ങി. അതുകൊണ്ട് പതുക്കെ മനസ്സിലാവാൻ തുടങ്ങി ഇതാണ് ഏറ്റവും ശരിയായ മാർഗം. എന്നിട്ട് ഇസ്കോണിൽ ഓരോ പ്രോഗ്രാമിലും, എസ്പെഷ്യലി മായപ്പൂരിൽ എല്ലാ ദിവസവും ഒരു ഫെസ്റ്റിവലുണ്ട്. എല്ലാ ഡിവോട്ടീസിൻ്റെ കൂടെയാണ്. ഭയങ്കര ഒരു നല്ല ഹാപ്പിനെസ് ആണ് മെറ്റീരിയൽ വേൾഡിനെക്കാട്ടും. ഈ ഓരോ കൊച്ചു കാര്യത്തിനും കുറേ സ്ട്രെസ്സും കുറേ സങ്കടമൊക്കെ വരാറുണ്ട് ഈ മെറ്റീരിയൽ വേൾഡിലും. അതുകൊണ്ട് ഈ സ്പിരിച്വൽ വേൾഡ് നല്ല ഇതായതുകൊണ്ട് എനിക്ക് നല്ല ഇൻസ്പയർ ആയി ചെയ്യാൻ ഇതിലോട്ട്. ഓക്കെ, താങ്ക് യു പ്രഭു. ഞങ്ങൾ പലപ്പോഴും കേൾക്കാറുണ്ട്, ഈ ചെറിയ പ്രായത്തിലുള്ള പിള്ളേർ അല്ലെങ്കിൽ കുറച്ച് വലുതായിട്ട് യൂത്ത്സിൻ്റെ അടുത്താണെങ്കിലും നമ്മളിങ്ങനെ പറയും ഭക്തി മാർഗത്തിലേക്ക് വരൂ എന്ന് പറയുമ്പോൾ അവരുടെ മെയിനായിട്ട് അവരെപ്പോഴും പറയുന്ന ഒരു റീസൺ എന്ന് വെച്ചാൽ ഭക്തിമാർഗം ഇപ്പോഴേ എന്തിനാ, അതിന് എത്ര സമയമുണ്ട്, നമുക്ക് കുറച്ച് വലുതായി പഠിച്ചെല്ലാം കഴിഞ്ഞ് ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ട് വയസ്സാവുമ്പം ഭക്തിമാർഗത്തിലേക്ക് പോയാൽ പോരെ എന്ന് നമ്മൾ പലരും അങ്ങനെ പറഞ്ഞ് കേൾക്കാറുണ്ട്. അപ്പം അവരുടെ അടുത്ത് താങ്കൾക്ക് എന്താ പറയാനുള്ളത്? കുറെ ആൾക്കാർ ഇതൊരു വലിയൊരു ടോപ്പിക്കാണ്. പക്ഷെ കുറെ ആൾക്കാർക്ക് അത് അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഈ ഒരു എന്തെന്ന് വെച്ചാൽ നമ്മള് എന്താണ് അടുത്ത് നടക്കാൻ പോകണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, നമുക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് എപ്പോഴും ഒരു സർപ്രൈസ് ആണ്. എപ്പോഴും നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇപ്പോഴേ ചെയ്ത് തീർക്കണം. പ്രൊക്രാസ്റ്റിനേഷൻ നല്ലതല്ല. ഒരു ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ ഈ സെയിൻസ് ഒക്കെ വലിയ സന്യാസിമാരൊക്കെ അവർ കുറേ വർഷം തപസ്സൊക്കെ ചെയ്തിട്ടാണ്, സത്യയുഗത്തിലൊക്കെ കുറേ തപസ്സൊക്കെ ചെയ്തിട്ടാണ് അവസാനം കൃഷ്ണന്റെ ഒരു ദർശനം കിട്ടുന്നത്. നമ്മൾ ഇപ്പോഴേ തുടങ്ങിയില്ലെങ്കിൽ 100 വർഷത്തിൻ്റെ ഉള്ളിൽ എന്താ ചെയ്യാനാ? അത് മാത്രമല്ല, എപ്പോൾ മരിക്കുമൊന്നും അറിയാൻ പറ്റില്ല. അതുകൊണ്ട് ഏറ്റവും നല്ലത് ഇപ്പോഴേ തുടങ്ങാനാണ്. നല്ലൊരു കഥ ഉണ്ടായിരുന്നു, ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. പക്ഷേ എന്നുവെച്ചാൽ ഒരാള് ഭക്തി ചെയ്യാൻ പോവുമായിരുന്നു, എന്തോ കീർത്തനം ചെയ്യാൻ പോവുമായിരുന്നു. പക്ഷെ ആദ്യം വിചാരിച്ചു ദാഹിക്കുന്ന കുറച്ച് വെള്ളം വേണം. ആദ്യം വെള്ളം കുടിച്ചു. എന്നിട്ട് വയറിലോട്ട് നോക്കി നല്ല ഡയറ്റിങ് ചെയ്ത് വയറൊക്കെ കുറച്ച് ഇങ്ങനെ വെറുതെ എപ്പോഴും പ്രസാദം കഴിക്കാതെ എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുക. അത് നല്ല ഡയറ്റ് കഴിച്ചത് നല്ല ലുക്കൊക്കെ കിട്ടി കഴിഞ്ഞാൽ എന്നാൽ നല്ല പോലെ തപസ്സൊക്കെ നല്ല കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരുന്ന് ഹെൽത്തിയോടെ കുറേ വർഷം ചെയ്യാം. പിന്നെ അങ്ങനെ പറഞ്ഞ് ഈ ഡയറ്റീഷ്യൻ്റെ അടുത്ത് പോയി. എന്നിട്ട് ഡയറ്റീഷ്യൻ ഈ പാലൊക്കെ കുടിക്കാൻ പറഞ്ഞു, പ്രോട്ടീന് വേണ്ടി, നിങ്ങൾ വെജിറ്റേറിയൻ ആണെങ്കിൽ. എന്നിട്ട് പാല് വാങ്ങിക്കാൻ പൈസ അവിടെ ഭയങ്കര വില കൂടുതലായതുകൊണ്ട് ഒരു പശു വാങ്ങിക്കാൻ തീരുമാനിച്ചു. പശുവിനെ നോക്കാൻ വേണ്ടി ഒരു ആളെ എടുത്തു. ഒരു പശുവൊക്കെ നോക്കുന്ന ആളെ ഹയർ ചെയ്തിട്ട് അങ്ങേർക്ക് പൈസയും കൊടുത്ത് ഈ വർക്കിനും പോയി എല്ലാം ചെയ്യാൻ വേണ്ടി ഒരു കല്യാണം കഴിച്ചിട്ട് മകനുണ്ടായിട്ട് ഇത് ഓരോ കാര്യങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കും നമ്മൾക്ക്. അപ്പോൾ പ്രൊക്രാസ്റ്റിനേഷൻ ഒരിക്കലും നല്ലതല്ല. അപ്പോൾ ഇപ്പോഴേ ചെയ്യണം. യെസ്, വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. നമ്മൾ എന്ത് ചെയ്യണമെങ്കിലും ഇപ്പോഴേ തുടങ്ങിയാലേ നമുക്കത് പ്രാക്ടീസോടെ നിലനിർത്താനും പറ്റുള്ളൂ. പിന്നെ താങ്കളെപ്പോലുള്ള ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ താങ്കളുടെ പ്രായത്തിലുള്ള പിള്ളേർക്ക് താങ്കൾക്ക് എന്താണ് ഒരു അഡ്വൈസ് കൊടുക്കാൻ? കൃഷ്ണ കോൺഷ്യസ്നസ് വളരെ ഫണ്ണാണ്. ആൾക്കാരെന്നെ ആലോചിക്കാനെക്കാട്ടും ഭയങ്കരമായിട്ട് ഈ ഓരോ ഫെസ്റ്റിവൽസ്, ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വെളി കിട്ടാത്തൊരു രസം ഇവിടെ ഉണ്ട്. അത് നമ്മളെപ്പോഴും പ്രാക്ടീസ് ചെയ്യണം. എപ്പോഴും വേറെ നമ്മൾ സ്റ്റഡീസൊക്കെ ചെയ്യണ കൂടെ തന്നെ
നമ്മൾക്ക് കുറച്ച് കൃഷ്ണ കോൺഷ്യസ്നെസ്സും പ്രാക്ടീസ് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റഡീസ് അവസാനം നമ്മളെ നല്ല ജീവൻ തരും. എന്നിട്ട് നമ്മൾ സ്റ്റഡീസ് മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മൾക്ക് അവസാനം ഈ ഇതെല്ലാം കിട്ടിയിട്ട് അറ്റ് ദ ടൈം ഓഫ് ഡെത്ത് നമുക്കൊന്നും അത് എടുക്കാൻ പറ്റൂല. ഈ അടുത്ത ജന്മത്തിലോട്ട് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ജന്മത്തിൽ നല്ലപോലെ ജീവിക്കാനും അതിൻ്റെ കൂടെ അടുത്ത ജന്മത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനും എല്ലാം ഒരുമിച്ച് ചെയ്താലേ നടക്കുള്ളൂ. അതുകൊണ്ട് ആൻഡ് ഓൾസോ അതുകൊണ്ട് നല്ല കൃഷ്ണ കോൺഷ്യസ്നെസ്സിൽ നല്ല ഫണ്ണ് ചെയ്തു എന്ന് വെച്ചാൽ ഹാവ് ഫൺ ഇൻ കൃഷ്ണ കോൺഷ്യസ്നെസ്. ആൻഡ് സാധനയും കൂടെ വേണം. എൻ്റെ സാധനം ഒട്ടും ശരിയല്ല, കുറവാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത്, എൻ്റെ ഫ്രണ്ട്സൊക്കെ ഓൺലൈനുള്ള ഫ്രണ്ട്സൊക്കെ എൻ്റെ അടുത്ത് എന്തെങ്കിലും അഡ്വൈസ് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച് ഭക്ത് ഗോപി കൃഷ്ണ പ്രഭു.